ചെറിയ നാലംഗ കുടുംബത്തിലേക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ ബയോഗ്യാസ്, അതായത് കുക്കിംഗ് ഗ്യാസ് ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. സാധാരണ ബയോഗ്യാസ് പ്ലാന്റുകൾ നമ്മൾ വീട്ടുകളിൽ കണ്ടിട്ടുണ്ടാവും, ചെറുത്, അതായത് പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടുന്നത്. അല്ല വെച്ചാൽ അത്ര വലിയ എക്സ്പെൻസീവ് അല്ല, ഇതൊരു ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, കുറച്ചൊരു വലിപ്പം കൂടിയ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആണിത്. ഈ ഒരു ക്യാപ്പ് തുറന്നിട്ടാണ് ഇതിൽ വേസ്റ്റ് ഇടേണ്ടത്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് എങ്ങനെയാണ് വേസ്റ്റ് ഇടുന്നത്, ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ഇത് കണ്ട, ഇവിടെ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് വേണ്ടിയിട്ടുള്ള വേസ്റ്റ്, അതായത് ഒരു 1-2 ദിവസം പഴക്കമുള്ള വേസ്റ്റാണ്. അതായത് ഒന്നൊരു ഫെർമെൻറ്റേഷൻ, അതൊക്കെ ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് അത് എടുത്തു വെച്ചിട്ടുള്ളതാണ്. അതായത് നമുക്ക് വീട്ടിലുണ്ടാവുന്ന വേസ്റ്റ് അന്നു തന്നെ ഇടരുത്, ഒരു ദിവസം വെച്ചതിൻ്റെ ശേഷം അതിലിടാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങയുടെ തൊലിയുണ്ട്, പഴത്തിൻ്റെ തൊലിയുണ്ട്, ഈവൻ റംബുട്ടാൻ്റെ തൊലി വരെ ഉണ്ട്. കൂടാതെ ഇതിൽ ചക്കയുടെ വേസ്റ്റ്, അല്ലാച്ചെങ്കിൽ തേങ്ങ വെള്ളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസ് ഒരുപാട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിൽ ഒഴിക്കുമ്പോൾ കണ്ട, ഏറ്റവും ആദ്യം ഒഴിക്കുമ്പോൾ ഇതിൽ കുറച്ച് ഗ്യാസും അല്ലാച്ചെങ്കിൽ എയറും ഒന്ന് തള്ളി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പൈപ്പ് മാറ്റുന്ന ഒരു സാധനം ഇതിൻ്റെ കൂടെ തന്നെ തരും അവർ. അത് വെച്ചിട്ട് ഇതൊന്നുണ്ട് കുത്തി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ എയറൊക്കെ ഒന്നുണ്ട് ആ ബബിളുകളായിട്ടൊന്നാണ്ട് പുറത്തേക്ക് വരും കണ്ട. അപ്പോൾ അതങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 1-2 പ്രാവശ്യം ഒന്ന് കുത്തി ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥലമായി ഇതിൽ വേസ്റ്റ് ഒഴിക്കാൻ. അത് കുത്തി കൊടുത്തപ്പോൾ നല്ലോണം വേസ്റ്റ് ഇടാനുള്ള സ്ഥലമായി. ഇപ്പോൾ ഇതിൽ ഈ ചക്കയുടെ വേസ്റ്റ് അല്ലാച്ചെങ്കിൽ നമ്മൾ തേങ്ങാ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഒരു കുടുംബം, അതായത് ഒരു അച്ഛൻ, അമ്മ, 2 കുട്ടികളുള്ള ഒരു വീട്ടിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഗ്യാസ് ഉണ്ടായി കഴിഞ്ഞാൽ അത്യാവശ്യം കുക്കിംഗ് ഗ്യാസ് ആയി എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ വേസ്റ്റ് ഒഴിക്കാൻ പറ്റും. കണ്ട, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടല്ലേ, അതായത് നമ്മളെ പെയിൻ്റൊക്കെ മേടിക്കുന്ന പാട്ടാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതിലൊരു 1/4 പാട്ട, അല്ല അരപ്പാട്ട, അല്ലാത്ത അതിലും കൂടുതൽ ഫുള്ളായിട്ട് ഒഴിക്കരുതെന്നാണ് പറയുന്നത്. അതായത് ഒരു 1/4 പാട്ട വേസ്റ്റ് ഒരു ദിവസം നമുക്ക് ഇതിൽ ഒഴിക്കാൻ പറ്റും. പൊതുവെ ഗ്യാസ് ഉപയോഗത്തിനനുസരിച്ചിട്ടാണ് ഇവർ ഇതിൽ വേസ്റ്റ് ഇടാറ്. ചിലപ്പോൾ 2 ദിവസം 3 ദിവസത്തേക്കൊക്കെ ഗ്യാസ് ഉണ്ടാവും, അപ്പോൾ വേസ്റ്റ് ഇടേണ്ട കാര്യം വരില്ല. പ്രത്യേകിച്ച് ചക്കയും തേങ്ങാ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്കുള്ള ഗ്യാസ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യണം. അത് പൊതുവേ നമുക്ക് അല്ലാത്ത വൃത്തിയിൽ വെക്കുന്നത്, അതാണ് അതിൻ്റെ ഒരു ശരി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ വൃത്തിയിൽ തന്നെ വെക്കുന്നത്. പ്രത്യേകിച്ച് ഇത് വേസ്റ്റൊക്കെ ഇടണമല്ലേ, അപ്പോൾ ജസ്റ്റ് വെള്ളമൊക്കെ അടിച്ചൊന്ന് ക്ലീൻ ചെയ്തിടുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്കിതിൽ നിന്ന് എങ്ങനെ ഗ്യാസ് വരുന്നതെന്ന് കാണിക്കാം. കണ്ട, ഈ കുറ്റിയിൽ ഒരു അടയ്ക്കാനും തുടയ്ക്കാനൊക്കെ ഉള്ള ഒരു ടാപ്പ് ഉണ്ട്. അതിൽ നിന്ന് അങ്ങനെ ഒരു പൈപ്പ് വഴി വീട്ടിൻ്റെ അകത്തേക്ക് കിച്ചണിലേക്കാണ് ഈ ഗ്യാസ് ഇവർ കൊണ്ടുപോകുന്നത്. ഇതാണ് ഇവരുടെ സ്റ്റൗ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചീപ്പായിട്ടുള്ള ഒരു സ്റ്റൗ ആണ്. ഇവർ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല സ്റ്റൗകളൊക്കെ വെച്ച് അതൊക്കെ പെട്ടെന്ന് കേട് വരുന്നു, കാരണം അതിൽ കാർബൺ പെട്ടെന്ന് പിടിക്കും. പക്ഷേ ഇത് വെച്ചതിൻ്റെ ശേഷം അധികം കേടായിട്ടില്ല. അതിപ്പോൾ ഒരു 3-4 കൊല്ലമായി ഈ ഒരു സ്റ്റൗ വെച്ചിട്ട്. ശരിക്കും ഇവർ ഈ ഒരു ബയോ പ്ലാന്റ് വെച്ചിട്ട് ഏകദേശം 10 കൊല്ലത്തിൻ്റെ മേലെയായി. പക്ഷേ മിക്ക സ്റ്റൗകളും പെട്ടെന്ന് കേടുവരും. ഇത് വളരെ എക്സ്പെൻസീവ് അല്ലാത്ത വളരെ ചീപ്പായിട്ടുള്ള ഒരു സ്റ്റൗ ആണ്. ഇതാണ് കുറച്ചുകൂടിയും എന്താ പറയുക, എക്കോണമി എന്ന് മാത്രമല്ല വല്ലാണ്ട് കംപ്ലൈൻ്റ് ഒന്നും ഇതിന് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് കത്തിച്ചപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫ്ലെയിം കണ്ടില്ല, വളരെ സ്ട്രോങ് ആയിട്ടാണ് ഫ്ലെയിം വരുന്നത്. അത് നമ്മളെ ഇഷ്ടാനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം. ഇനി ഇതിൻ്റെ മറ്റൊരു ബൈ പ്രോഡക്റ്റ് ഞാനും കാണിക്കാം. ഇതാണ് ബയോ വേസ്റ്റ്. ഈ ബയോ വേസ്റ്റ് വരുന്നത് ഈ ഒരു പൈപ്പിൽ കൂടിയാണ്. കണ്ട, ഈ ബയോ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 പാട്ട ബയോ വേസ്റ്റ് ഓൾറെഡി ആയിട്ടുണ്ട്. അത് എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവില്ല, 2 ആഴ്ച കൂടുമ്പോൾ അലച്ചിങ്ങനെയാണ് ഈ വേസ്റ്റ് വരുള്ളൂ. ഈ ബയോ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേർപ്പിക്കണം. അതായത് ഒരു പാട്ടയ്ക്ക് 4 പാട്ട വെള്ളം ചേർത്തിട്ട് വേണം ചെടികൾക്കൊക്കെ ഒഴിക്കാൻ, അല്ലാത്ത ചെടികളൊക്കെ ഉണങ്ങിപ്പോവാൻ സാധ്യതകളുണ്ട്. ഇപ്പോൾ വലിയ മരങ്ങൾ മാവിനൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ഒഴിച്ചാലും വലിയ കംപ്ലൈൻറ്റ് വരില്ല. പക്ഷേ ചെടികൾക്ക് ഒഴിക്കുമ്പോൾ എപ്പോഴും നേർപ്പിച്ചിട്ട് തന്നെ ഒഴിക്കണം. ഇവർ ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ട് ഏകദേശം ഒരു 10 വർഷത്തിൻ്റെ മേലെയായി. ഇത് അന്ന് തൃശ്ശൂരിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ അവർക്ക് വലിയ അന്ന് ഓർമ്മയില്ല. പക്ഷേ ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതുമുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആവശ്യക്കാർ ഈ നമ്പറിലൊക്കെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിപ്പോഴും ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇടയ്ക്ക് ചാണായിട്ട് കുത്തൊന്നും വേണ്ട. മറ്റേ നമ്മളെ നോർമൽ ബയോഗ്യാസ് പ്ലാന്റ് വരുന്നുണ്ടല്ലോ, ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ വരുന്ന കിട്ടുന്ന സാധനം, അല്ല വെച്ചെങ്കിൽ അത് മേടിക്കാനും കിട്ടും. അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിലൊരിക്കൽ കുറച്ച് ചാണം കൊണ്ടുവരണം, എന്നിട്ടൊക്കെ വേണം ചെയ്യാൻ. ഇതൊന്നും വേണ്ട. ഇത് അന്ന് അവർ വെച്ചത് അതേമാതിരി തന്നെ അവർ സ്ഥിരം ഇതേമാതിരി വേസ്റ്റ് ഇടുന്നുണ്ട്. ഈ വേസ്റ്റ് ഇടുന്ന സമയത്താണ് കുത്തണം, കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ പൈപ്പിട്ടൊന്ന് കുത്തി ഇറക്കി കഴിഞ്ഞാൽ വേറെ ചാണയുടെ ഒന്നും വേണ്ട. അത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവർ ഇതേമാതിരി തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.